നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSKയുടെ ജേഴ്സിയിലെ സഞ്ജു സാംസണിൻ്റെ അരങ്ങേറ്റത്തിൽ ഒരു ഗംഭീര പ്രകടനം കാത്തിരുന്ന ആരാധകർക്ക് വമ്പൻ നിരാശ. സഞ്ജു മാത്രമല്ല, CSKയുടെ ബാറ്റർമാർ ഒന്നടങ്കം പരാജയപ്പെട്ടു. മഴ പെയ്ത് കുതിർന്ന ഗ്രൗണ്ട്, ടോസ് നഷ്ടമായി. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു CSKയ്ക്ക്. ടോസ് ലഭിച്ചിരുന്നെങ്കിൽ തങ്ങൾ ആദ്യം ബോൾ ചെയ്യുമായിരുന്നു എന്ന് രുദ്രാജ് ഗെയ്ക്വാദ് പറഞ്ഞിടത്തുണ്ടെല്ലാം. ഏതായാലും 20 ഓവർ പൂർത്തിയാക്കാൻ പറ്റിയില്ല. 19.4 ഓവറുകളിൽ 127 റൺസിന് CSK ഓൾ ഔട്ടായി. അങ്ങനെ 100 ഓവർ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൈയടിക്കേണ്ടത് ഒരേ ഒരാൾക്കാണ്, മറ്റാരുമല്ല, ജെയ്മി ഒവേർട്ടൺ. 36 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 43 റൺസ് അടിച്ചു. അവസാനം 2 പന്തുകൾ ശേഷിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം റണ്ണൗട്ടായി. അല്ലെങ്കിൽ ഒരു 130 കടന്നു പോയേനെ. ഏതായാലും ഇതൊന്നും മതിയാവില്ല ഈ ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിൽ തന്നെ പിഴച്ചു. നാന്ദ്രെ ബർഗർ പണി കൊടുത്തു. ബർഗർ ബൗൾഡാക്കി വിട്ടു സഞ്ജു സാംസണിനെ. 7 പന്തിൽ നിന്ന് ഒരു 4ൻ്റെ സഹായത്തോടെ 6 റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത്. അതുപോലെ തന്നെ ആയുഷ് മേത്രയെ ഗോൾഡൻ ഡക്കായിട്ട് മടക്കി വിട്ടു നാന്ദ്രെ ബർഗർ. പിന്നെ രുദ്രാജ് ഗെയ്ക്വാദ് നായകൻ 11 പന്തിൽ നിന്ന് 6 റൺസാണ് എടുത്തത്. ജോഫ്രെ ആർച്ചർ മടക്കി വിട്ടു. മാത്യു ഷോട്ടിനെ സന്ദീപ് ശർമ്മയാണ് മടക്കി വിട്ടത്. യശസ്വി ജയ്സ്വാൾ ക്യാച്ച്. അദ്ദേഹം ആ സമയത്ത് ചില കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ബോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിന് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും യശസ്വി ജയ്സ്വാൾ മാത്യു ഷോട്ടിനെ പറഞ്ഞു വിടുമ്പോൾ, ക്യാച്ച് എടുത്ത് പറഞ്ഞു വിടുമ്പോൾ 2 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്ന സർഫറാസ് ഖാൻ 6ഉം 4ഉം ഒക്കെ അടിച്ച് പ്രതീക്ഷ ജ്വലിപ്പിച്ചു. പക്ഷേ അദ്ദേഹം രവീന്ദ്ര ജഡേജയുടെ വരവിൽ LBW ആയി പോയി. 12 പന്തിൽ നിന്ന് 2 4ഉം ഒരു 6ഉം അടക്കം 17 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. ദ്യൂബെ വന്നു, 6 അടിച്ചു. പക്ഷേ പിന്നാലെ ജഡേജ രവി ബിഷ്ണോയുടെ കൈകളിലേക്ക് എത്തിച്ചു. 4 പന്തിൽ നിന്ന് 6 റൺസ്. കാർത്തിക് ശർമ്മ അദ്ദേഹവും 6 അടിച്ചു പ്രതീക്ഷ നൽകി. പക്ഷേ LBW ബ്രിജേഷ് ശർമ്മയുടെ ആദ്യ വിക്കറ്റ്. 15 പന്തിൽ നിന്ന് 18 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. 100ാമത് 1 റൺസ്. മാറ്റ് ഹെൻറി 5 റൺസ്. അൻഷുൽ കംബോജ് 7 റൺസുമായിട്ട് പുറത്താകുന്നു. ജെയ്മി ഒവേർട്ടനാണ് അങ്ങനെ 100 കടത്തിവിട്ടതെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി സന്ദർഭത്തിനനുസരിച്ചാണ് കളിച്ചു പോയത്. 2 4ഉം 2 6ഉം ആ ബാറ്റിൽ വന്നു. 36 പന്തിൽ 43 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഒടുവിൽ CSK ഓൾ ഔട്ടായിരിക്കുന്നു 127 റൺസിന്. 128 റൺസ് മതി ഈ പിച്ചിൽ. അത് എളുപ്പമാണ് രാജസ്ഥാൻ റോയൽസിന് എന്നതാണ് യാഥാർത്ഥ്യം. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആർച്ചറും ബർഗറും ജഡേജയും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബിഷ്ണോയും സന്ദീപ് ശർമ്മയും ബ്രിജേഷ് ശർമ്മയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.